പക്ഷേ ശരീരം വളർന്നു എന്ന് വെച്ച് ഈ സ്വത്തൊക്കെ നോക്കി നടത്താനുള്ള പ്രാപ്തി അവർക്കുണ്ടോന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ പറയാം, ഈ പരസ്പരം വിശ്വസിക്കുന്നതാണ് മുതലാളി വിശ്വാസം. അതെ അതെ, അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് മുതലാളി പശുവിന് ധാരാളം തേങ്ങാ പിണ്ണാക്കും പച്ചപ്പുല്ലും ഒക്കെ കൊടുത്തതെന്തിനാ? നാളെ രാവിലെ അത് പാല് തരുമെന്നുള്ള വിശ്വാസത്തിലല്ലേ? അതേ നാളെ രാവിലെ പശുവിനെ കറക്കാൻ മൊന്തയുമായിട്ട് മുതലാളി ചെല്ലുമ്പോ പശു ആ കാലിന് ഈ മോന്തക്കെട്ടൊരു തൊഴി വെച്ച് തന്നാലോ? അയ്യോ, തെറ്റി. അങ്ങനെയല്ല, അങ്ങനെയല്ല, അത് ഉദ്ദേശിച്ച് തെറ്റി. പറഞ്ഞതാണ് ശരി. എനിക്കുള്ള സ്വത്തൊക്കെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ എന്റെ മക്കൾക്ക് ഞാൻ എഴുതി വെച്ചു എന്നിരിക്കട്ടെ. 3-4 വർഷം കഴിയുമ്പോ മനുഷ്യന്റെ കാര്യല്ലേ, എനിക്കൊരു കിഡ്നിയോ ഒരു ഹാർട്ടോ വേണ്ടി വരുമ്പോ കാശിന് വേണ്ടി ഞാൻ അവന്മാരുടെ പുറകെ നടക്കണ്ടേ? അന്ന് അവരിതുപോലെ കാല് മടക്കി ഒരു ചവിട്ട് തന്നാൽ അതിനൊരു 5-6 കിഡ്നിയും ഹാർട്ടും ഒക്കെ മേടിച്ച് ആ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങോട്ട് പൂട്ടിയാ പോരെ, ആവശ്യമുള്ളപ്പെടുത്ത് ഉപയോഗിക്കാലോ. നീ ഇങ്ങോട്ട് വന്നേ. ഈ കിഡ്നിയും ഹാർട്ടും ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും ഭേദം നിന്റെ ഈ ബുദ്ധി നിറച്ചു വെച്ചിട്ടുള്ള നല്ല തലയുണ്ടല്ലോ, അത് വെട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അവിടെ സംസാരിക്കാൻ പോലും അറിയില്ല.